നിങ്ങൾ എന്റെ ആരെ ഈ മ്യൂട്ട് ചെയ്യുന്നേ? ആരും മ്യൂട്ട് ചെയ്തില്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഒരു മിനിറ്റ്. കൈറോസ് ബ്രദർ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കരുത്. ഞാൻ ഇനി പറയാം. വേദോസത്തിൽ പറയുന്നത് പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് അവളെ പരിഗ്രഹിച്ചില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഈ പരിഗ്രഹിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. എന്നാൽ നിങ്ങൾ പറയുന്ന പോലെ ആയുഷ്കാലം അവര് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചില്ല എന്ന് പറയുന്നെങ്കിൽ അതിന് നിങ്ങൾ ഞങ്ങൾക്ക് ബാക്കി ഇങ്ങോട്ട് തരിക ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ കയ്യിലില്ല. ഏതായാലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യേശുക്രിസ്തുവിനെ പ്രസവിക്കുന്നത് വരെ അവളെ പരിഗ്രഹിച്ചില്ല. അപ്പൊ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പരിഗ്രഹിക്കുക എന്ന് പറയുന്നതിനകത്തുള്ള ഒരു എത്തിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അത് അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യന് യാതൊരു പ്രസക്തിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും അമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് യേശു പറഞ്ഞൊരു കാര്യം, എന്റെ അമ്മയും സഹോദരന്മാരും എന്റെ വചനം കേട്ടനുസരിക്കുന്നവരാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ഈ വചനം കേട്ടനുസരിക്കുന്നവരല്ലാതെ അവിടെ കൂടിയിരിക്കുന്ന ജനം നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ അർത്ഥം വചനം കേട്ടനുസരിക്കുന്നവർ എന്ന അർത്ഥത്തിലല്ല അവർ പറയുന്നത്. കാരണം യേശു അത് തിരുത്തുക ചെയ്യുന്നത്. അവിടെ അവർ പറയുന്നത് ഫിസിക്കലി അവന്റെ അമ്മയും സഹോദരന്മാരുമാണെന്ന് വ്യക്തമാണ്. അതും വചനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ ജോസഫിന്റെ ഭാര്യയായി ജീവിക്കുന്നതിന് ബൈബിൾ ഒരു കുറ്റവും കാണുന്നില്ല. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അതിനകത്ത് കുറ്റം കാണേണ്ട ഒരു കാര്യമില്ല. ഇനി ഒരു സ്ത്രീ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് അതോറിറ്റി എവിടെ നിന്ന്? ആരാണ് നിങ്ങളുടെ അതോറിറ്റി? എന്താണ് നിങ്ങളുടെ അതോറിറ്റി? ബൈബിൾ വിരുദ്ധമായിട്ട് ബൈബിളാണ് അതോറിറ്റി. നിങ്ങൾക്ക് എന്താ അതോറിറ്റി? ഞങ്ങൾ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ഏതാ കത്തോലിക്ക സഭ? ആ കത്തോലിക്ക സഭ എനിക്ക് അടുത്ത മിനിറ്റ് ഇനി അതേ തന്നെ തുടങ്ങാം. നേരത്തെ നിങ്ങളുടെ കത്തോലിക്ക സഭയുടെ നിങ്ങളുടെ കത്തോലിക്ക സഭ ബഹളം ഉണ്ടാക്കല്ലേ നിങ്ങൾ ചോദിച്ചു? അല്ല പ്രിൻസേട്ടൻ, ഈ ഒരു കാര്യത്തിൽ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പലതും പ്രിൻസേട്ടൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിഗ്രഹിച്ചില്ല എന്നാണ്. അതിനുശേഷം പരിഗ്രഹിച്ചു എന്നുള്ള ഊഹം ബൈബിളിലോട്ട് കുത്തികയറ്റുന്നതും ബൈബിളിനെ അട്ടപടലം 3G ആക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ കത്തോലിക്ക സഭയുടെ ആധികാരികത തെളിയിക്കുന്ന ഒരു രേഖ സഭയെ കുറെ ബ്ലെയിം ചെയ്തിട്ട് നിങ്ങളുടെ കത്തോലിക്ക സഭയുടെ ആധികാരിക തെളിയിക്കുന്ന ഒരു രേഖ പറയും. ബഹളം ഉണ്ടാക്കല്ലേ. ചോദിച്ചാലും നിങ്ങൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ആധികാരികത അതോറിറ്റി കത്തോലിക്ക സഭയാണ്. നിങ്ങളുടെ കത്തോലിക്ക സഭ അതോറിറ്റി ആണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ അല്ല, വിഷയത്തില നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞു. ഞങ്ങൾ ബൈബിളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബൈബിളിനേക്കാൾ വലുത് എന്തോ ഉണ്ട്. അതായത് കത്തോലിക്ക സഭയുടെ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി തെളിയിക്കുന്ന ഒരു രേഖ തരൂ, പറയൂ. കൈറോസ് ബ്രദർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. കത്തോലിക്ക സഭയുടെ അതോറിറ്റി കത്തോലിക്ക സഭയുടെ ചരിത്രമാണോ പറയേണ്ടത് അതോ ചരിത്രമല്ല, കത്തോലിക്ക സഭയാണ് ഇതിനകത്ത് അതോറിറ്റി എന്ന് പറയുന്ന ഒരു രേഖ നിങ്ങൾ തരൂ. ഞങ്ങളുടെ അതോറിറ്റി എന്റെ അതോറിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നത് പ്രിൻസേട്ടാ. നിങ്ങളുടെ അതോറിറ്റി അതാ ഞാൻ ചോദിക്കുന്നത്. അത് കത്തോലിക്ക സഭയാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ തരൂ. കൈറോസിന്റെയോ കൂട്ടത്തിലുള്ളവരുടെയോ കത്തോലിക്കരുടെയോ. ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറയാം. ഞങ്ങളോട് ചോദിച്ചതിന് ഞങ്ങൾക്ക് രേഖ ബൈബിളാണ്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. എന്റെ ചോദ്യം, നിങ്ങൾക്ക് കത്തോലിക്ക സഭയാണ് ആധികാരികത എന്ന് തെളിയിക്കുന്ന ഒരു രേഖ തരൂ. ചേട്ടാ, കത്തോലിക്ക സഭ എന്ന് മുതലുള്ളതാണെന്ന് ചേട്ടന്റെ ഒരു അഭിപ്രായത്തില് എന്ന് മുതലാവുള്ള പറഞ്ഞു എന്ന് മുതലാവുള്ള ചരിത്രത്തിൽ തെളിയിക്കും ഇല്ല. ഇല്ലേ? അപ്പൊ അതിന്റെ മുമ്പ് 2 നൂറ്റാണ്ടിൽ സഭയില്ലായിരുന്നു? ഇല്ലേ? ഉണ്ടായിരുന്നോ എന്ന ചോദ്യം. 3-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കുന്നത് 3-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. എന്റെ ചോദ്യം, അതിന് മുമ്പ് 2 നൂറ്റാണ്ടിൽ സഭ എനിക്ക് ഈ വിഷയത്തിൽ നിൽക്കാനാണ് താല്പര്യം. പ്രിൻസേട്ടൻ ആ ഒരു അല്ല, വിഷയം വിട്ട് ഓടിയത് നിങ്ങളല്ലേ. ഞാൻ ബൈബിളിൽ കൊട്ടേഷൻ വെച്ചപ്പോ നിങ്ങൾ പറയുന്നു അല്ലല്ല. കൈറോസ് ബ്രദറെ, ഞാൻ ബൈബിളിൽ നിന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ കൈറോസ് പറഞ്ഞു ഞാൻ ബൈബിളിൽ നിന്ന് അഡ്രസ് ചെയ്ത് ബൈബിൾ എടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ കൈറോസ് പറഞ്ഞു ഞങ്ങളോട് ചോദിച്ചാൽ എന്താ അതോറിറ്റി എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അതോറിറ്റി എന്താ? നിങ്ങൾ പറഞ്ഞു കത്തോലിക്ക സഭയാണ്. അപ്പൊ കത്തോലിക്ക സഭ എന്നു മുതലാവെന്ന് പറഞ്ഞേ. ചേട്ടൻ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത് പ്രിൻസേട്ടാ?
ഞാൻ പഠിച്ചത് 5 ക്രിസ്ത്യൻ ബൈബിൾ മുറയുടെ. കോളേജിൽ, ഇപ്പൊ പഠിക്കുന്നത് ഒരു ബൈബിൾ കോളേജില്ല. ഞാൻ ആ ബൈബിൾ കോളേജിന്റെ ഡീറ്റെയിൽസ് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചില്ല ഏതെങ്കിലും ഓക്കെ പോപ്പിന്റെ വീട്ടുപേരല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ചേട്ടാ, നിങ്ങൾക്ക് കത്തോലിക്ക സഭ കത്തോലിക്ക സഭ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം, ഞാൻ നിങ്ങൾ പറയുന്നത് കത്തോലിക്ക 3-ാം സഭയിലെ നൂറ്റാണ്ട്, ഒരു ഇപ്പൊ കണക്ക് വിശ്വാസിയാണ് പറഞ്ഞു, എന്ന് ഞാൻ അതിന് പറഞ്ഞു മുൻപ് കേട്ടിട്ടുള്ളത്. 2 നൂറ്റാണ്ടിൽ ചേട്ടൻ കത്തോലിക്ക ആ സഭ ഒരു ഉണ്ടായിരുന്നു. വിഷയത്തിൽ ടാർഗറ്റ് ചെയ്ത് രക്ഷേ പാസ്റ്റർ എന്താണ് രക്ഷേ പാസ്റ്റർ ഈ ഒന്നുമില്ല. കാണുന്നത്? നിങ്ങൾക്ക് ഏത് വിഷയം നിൽക്കേണ്ടത് അത് പറ. ടാർഗറ്റ് ഏത് ചെയ്ത് വിഷയം കത്തോലിക്ക എടുക്കേണ്ടത് പറ. സഭ അല്ല കൈറോസെ, കത്തോലിക്ക സഭയിലോട്ട് കൈറോസിന് പോകുന്നു ഇപ്പം നിങ്ങളുടെ എനിക്ക് ഒരു പ്രിൻസിപ്പൽ കാര്യം ചെയ്യും, കൈറോസ് ഒരു കാര്യം ചെയ്യും, ഈ പ്രിൻസിപ്പൽ വിഷയം അങ്ങ് ഡിസൈഡ് ചെയ്യും. ഏത് വിഷയം എടുക്കണ്ടേ പറ. ഏതാ വിഷയം എന്ന് പറ. കൈറോസ് ഇപ്പൊ ആദ്യം ചോദിച്ചു മറിയ മറിയത്തിന്റെ മറ്റു പിന്നീട് മക്കളുടെ കുഞ്ഞുങ്ങളുണ്ടായോ, അതിന് കാര്യമാണ് മറുപടി അറിയേണ്ടത്. പറഞ്ഞപ്പോ കൈറോസ് നേരെ മറിയത്തിന്റെ മറ്റു കത്തോലിക്ക പോയി. മക്കളുടെ കാര്യം. കത്തോലിക്ക സഭയുടെ കാര്യം ചോദിച്ചപ്പോ 3-ാം നൂറ്റാണ്ടിൽ ചെന്നു. അപ്പൊ 3-ാം പ്രിൻസ് ചേട്ടാ, നൂറ്റാണ്ടിന് മുമ്പ് സോറി സഭയുണ്ടോ എന്ന് പ്രിൻസ് ചേട്ടാ, ചോദിച്ചപ്പോ ഇപ്പൊ അതെനിക്കൊരു തെറ്റ് വിഷയത്തിൽ പറ്റിയതാണല്ലോ നിൽക്കുന്നില്ലെന്നായി. പ്രിൻസ് ചേട്ടാ. ശരി, ഇനി പ്രിൻസ് വിഷയം ചേട്ടാ, ഇതൊരു തീരുമാനിക്കും. കാര്യം ചെയ്യും ഏത് വിഷയമാണ് പ്രിൻസ് എടുക്കേണ്ടത് ചേട്ടാ. കൈറോസ് പറയൂ. മറിയത്തിന്റെ ഉം. മറ്റു മക്കളുടെ കാര്യം. യെസ്, മറിയത്തിന്റെ മറ്റു മക്കളുടെ കാര്യമാണ് ആ അറിയേണ്ടത്. അതില് ആദ്യത്തെ കുട്ടി ആ ജനിച്ച കാര്യം നമുക്കറിയാം. അപ്പൊ രണ്ടാമത്തെ കുട്ടി ജനിച്ച കാര്യം അത് ബൈബിളിൽ നിന്ന് കാണിച്ചു തരണം. ആ പറഞ്ഞോളൂ. ബാക്കി കൊടുത്തോളൂ. ആ വാക്യം എന്നോട് വാക്യം ചോദിച്ചാണോ? അതെ അതെ, ബൈബിൾ റെഫറൻസ് ഹലോ, ആണ് ചോദിച്ചത്. ബൈബിൾ മാത്രമല്ലേ ഉള്ളൂ, ബൈബിൾ റെഫറൻസ് പറഞ്ഞു. യേശു ക്രിസ്തു, ഇവന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറ്റു സഹോദരങ്ങളെ കുറിച്ച് എവിടെ എഴുതിയിരിക്കുന്നു എന്നാണോ നിങ്ങൾ ചോദ്യം? എവിടെ ജനിച്ചിരിക്കുന്നു, എവിടെ പറഞ്ഞിരിക്കുന്നു എന്നാണോ? അതെ അതെ, അത് ആ മറ്റ് ഞാൻ മറ്റ് എടുത്തുതരാം ബാക്കി. സഹോദരങ്ങളുടെ അതിനകത്ത് ഏതെങ്കിലും ഒരു സഹോദരൻ ജനിച്ച ഒരു കാര്യം, അതിനകത്ത് ഏതെങ്കിലും ഒരു ബൈബിളിൽ 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 അവന് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്ന വാക്യങ്ങളുണ്ട്. അവര് ജനിച്ചിരിക്കുന്ന തീയതി, നാള്, രാഹു, ഗുളിക ഇതൊന്നും എഴുതിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതൊന്നും ഇവർ ബൈബിളിൽ ഇല്ല. ഞാൻ തരാം ബൈബിളിൽ ഉണ്ടെന്നുള്ളത്. ഞാൻ തരാം നിങ്ങൾക്ക് വാക്യം. ഞാൻ വാക്യം എടുത്തോണ്ട് ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്ത് വാക്യം എടുത്തോണ്ടിരിക്കുക. ഞാൻ തരാം. ആദിജാതനെ പ്രസവിച്ചെന്നുണ്ടല്ലോ. ഞാൻ തരാം. ആദിജാതനെ പ്രസവിച്ചത് മാത്രമല്ല, ഒരു മിനിറ്റ്. ലൂക്കോസിന്റെ സുവിശേഷം എനിക്ക് പറഞ്ഞോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 18, 19, 20 ഒന്ന് ആരെങ്കിലും ഒന്ന് വായിക്കാവില്ല? ഞാൻ ബൈബിൾ എടുക്കാം, ഒരു മിനിറ്റ്. പ്രിൻസിട്ട് ആ വേഴ്സസ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇതായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 18, 19, 20. അത് കഴിഞ്ഞിട്ടും വാക്യം തരാം. അത് കഴിഞ്ഞ് അടുത്ത വാക്യം തരാം. ഇത് ഒരെണ്ണമൊന്നും തീരുന്നല്ല, പിന്നെയും തരാം. ഓക്കെ. നമുക്ക് 18 ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുക. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. യേശുവിന്റെ അമ്മയും സഹോദരനും, അടുത്ത ഹെഡിങ് തുടങ്ങുവാണ്. അവന്റെ അമ്മയും സഹോദരനും അവനെ കാണാൻ വന്നു, എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. യേശുവിന്റെ അമ്മയും സഹോദരനും ആണോ? അപ്പൊ അതാരാ? അമ്മയും സഹോദരനും. അപ്പൊ അതാരാന്ന് പറ. ഇത് ബ്ലഡ് റിലേഷനിലുള്ള സഹോദരരാണോ? അല്ല. അപ്പൊ അവിടെ കേക്ക്, യേശു അവിടെ തന്നെ അതിന് തൊട്ട് താഴെ അതിന്റെ താഴെ 20-ാമത്തെ വാക്യത്തിൽ അവന്റെ അടുക്കൽ വന്ന് നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അപ്പൊ എന്താ യേശു പറഞ്ഞേ? അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരനും. അപ്പം ഈ കോണ്ടെക്സ്റ്റിൽ അല്ലാതെ അവര് പറഞ്ഞ അമ്മയും സഹോദരന്മാരും ആരാ? ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആ ഒരു ജനത യേശു പറഞ്ഞത് എന്റെ അമ്മയും സഹോദരന്മാരും ആരാണെന്ന് പറയുന്ന സഹോദരൻ എന്നുള്ള ഒരു വേർഡ്, ഈ സഹോദരൻ എന്നുള്ള വേർഡ് ബൈബിളിൽ ഉടനീളം നമുക്ക് പല സ്ഥലങ്ങളിൽ വേറെയും കാണാൻ പറ്റുന്നുണ്ട്. എന്റെ സഹോദരൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന സഹോദരൻ എന്ന് മാത്രമല്ലോ, അവന്റെ അമ്മയും സഹോദരന്മാരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവന്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വേണ്ടി പുറത്തു നിൽക്കുകയാണ്. ഇത് ശിഷ്യന്മാർ അറിയിച്ചപ്പം യേശു അവർക്ക് ആ കോണ്ടെക്സ്റ്റ് അങ്ങ് തിരുത്തി കൊടുക്കുക. അത് ജഡത്തിലുള്ളവരാണ്, പക്ഷെ അതിനേക്കാളേറെ എന്റെ വചനം കേട്ടനുസരിക്കുന്നവരാണ് അമ്മയും സഹോദരന്മാരും എന്നുള്ള യേശു ഒരു അടുത്ത കോണ്ടെക്സ്റ്റ് അവർക്ക് വെച്ചു കൊടുക്കുകയാണ്. അത് ജഡത്തിലുള്ള തന്റെ അമ്മയും സഹോദരന്മാരെക്കാൾ വലുതാണ് തന്റെ വചനം അനുസരിക്കുന്ന അമ്മയും സഹോദരന്മാരും എന്ന് യേശു പറഞ്ഞു. അപ്പൊ ജഡത്തിലുള്ള അമ്മയും സഹോദരന്മാരും ഉണ്ടായിട്ടല്ലേ? അപ്പൊ ശിഷ്യന്മാർക്ക് പോലും അറിയാത്തൊരു കോണ്ടെക്സ്റ്റോടെ പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും ജഡത്തിലുള്ള അമ്മയും സഹോദരന്മാരും ആയതുകൊണ്ടല്ലേ?
നിങ്ങൾക്ക് എന്താ അത് ഒരിക്കലുമല്ല മനസ്സിലാകാഞ്ഞത്? ഒരിക്കലുമല്ല. പ്രിൻസേട്ടൻ ഇല്ല ഇല്ല. ഒന്നില്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ മനഃപൂർവ്വം അവഗണിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാ എന്തെങ്കിലും എന്തിനാണ് പ്രത്യേക ഒരു അജണ്ട എന്തിനാ വെച്ച് സംസാരിക്കുന്നു. എന്തിനാ അവഗണിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അമ്മയും സഹോദരന്മാരും എന്ന് പറയുമ്പോ അല്ലെന്ന് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ പറ അല്ല. അവിടെ ആ കോണ്ടെക്സ്റ്റ് അതല്ലെന്ന് വ്യക്തമാക്കി താ. ചേട്ടാ, ഈ അവിടെ പുതിയ പുറത്തു നിയമത്തിൽ നിന്നവരാരാ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിൻസേട്ടൻ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഈ പുതിയ നിയമത്തിൽ സഹോദരൻ എന്ന പദത്തിന്റെ ആ ഒരു അർത്ഥം വിശാലമാണ്. ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഗ്രീക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അസ്പൂസ് എന്നുള്ള ഒരു കാര്യമല്ലേ പ്രിൻസേട്ടാ അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ആ ഒരു കാര്യം. ആ ഒരു വാക്കിന്റെ തന്നെ വിശാലമായിട്ടുള്ള അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ പ്രിൻസേട്ടൻ ഈ ഒരു കാര്യത്തെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ ബൈബിൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ഈ ഒരു ഗ്രീക്കിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോയി അതിന്റെ വിശാലമായിട്ടുള്ള അർത്ഥങ്ങളും കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്, അല്ലെ? അപ്പോ ഒരു വംശത്തിൽപ്പെട്ടവർക്കോ അയൽക്കാർക്കോ ഒരു വിശ്വാസത്തിൽപ്പെട്ടവർക്കോ വിശേഷമായി ഉപയോഗിക്കുന്നത് സഹോദരൻ എന്നുള്ള ഒരു പദമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 7:4 ശ്രദ്ധിക്കും. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇവിടെ സഹോദരൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പ്രിൻസേട്ടൻ പറയും. ബ്ലഡ് റിലേഷനിലുള്ള സഹോദരന് ശരി, സഹോദരനെയാണോ നിങ്ങൾ പറഞ്ഞ പറയുന്നത്? സഹോദരൻ അങ്ങനെ ആക്കിയാൽ അമ്മയെ എങ്ങനെ മാറ്റാൻ പറ്റും? മാറ്റാൻ പറ്റുമോ? അമ്മയെ അമ്മയെ മാറ്റാൻ മാറ്റുന്നില്ലല്ലോ, പറ്റും. അമ്മ വന്നിട്ടുണ്ടല്ലോ. യേശുവിന്റെ അമ്മ എന്ന് വളരെ അല്ല, എനിക്ക് വ്യക്തമായിട്ട് പോകല്ലേ, ബൈബിൾ പുള്ളി പറയുന്ന പറയട്ടെ, കാര്യം. പുള്ളി പറയട്ടെ. ഞാൻ പുള്ളിക്ക് വാക്യം വേറെ പുള്ളി ആ പറഞ്ഞു വരുത്ത് അത് അതിനകത്ത് തന്നെ പുള്ളി ഇപ്പൊ പെടുവേ. അടുത്ത പറഞ്ഞു വായിച്ചോ. ഓക്കെ ആ വായിച്ചോ, ഓക്കെ. ബ്രദർ അപ്പൊ പറഞ്ഞു. അത്തരത്തില് ഈ ഒരു സെയിം പദം പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് പ്രിൻസേട്ടൻ അതിന്റെ സ്ഥലങ്ങളില്? വിശാലമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോ ഈ ആ സഹോദരര് ബ്ലഡ് ലീനേജിലുള്ള അല്ലെങ്കിൽ ബ്ലഡ് ലൈനിലുള്ള സഹോദരനാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും പ്രിൻസേട്ടന്റെ അടുത്തുണ്ടോ? ഒരു ശരി, വാക്യം, ഓക്കെ. ഒരു മിനിറ്റ് പറഞ്ഞുതരാം, വാക്യം തെളിവുതരാം. കേട്ടോ. മർക്കോ സാറിന്റെ 3 വായിച്ച്. മർക്കോ സാറിന്റെ 3 വായിച്ച്. പണിയായി പണിയായി ദാ വരുന്നു, പിടിച്ചോ. യെസ്, ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, ആ യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ആ ഇവന്റെ പിന്നെ അടുത്തത്. സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇനി ഇങ്ങനെ അതൊന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു. അവർ അതൊന്ന് അവനിൽ അല്ല, അത് ഇടറി. ഈ സഹോദരന്മാരേതാ? വചനം അനുസരിക്കുന്നവരാണോ? തീർച്ചയായും ചേട്ടാ, പുതിയ നിയമത്തിൽ ആ ഒരു എന്റെ കാര്യം സഹോദര ഉപയോഗിച്ചിരിക്കുന്ന അത് ഭാഗങ്ങൾ വരെ നിക്ക്. ചേട്ടന്റെ അടുത്ത് വളരെ ഇവന്റെ അമ്മ സൗമ്യമായിട്ട് മറിയല്ലേ? പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഇത് കേക്ക്. ഇവന്റെ അമ്മ മറിയല്ലേ? അത് വചനം അനുസരിച്ചതുകൊണ്ടായതാണോ? എന്തായിരുന്നു? ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ഇവന്റെ ചെയ്ത്. അമ്മ മറിയല്ലേ എന്നുള്ള ചോദ്യം അത് വചനം അനുസരിച്ചതുകൊണ്ട് മാത്രമുള്ള കൊട്ടേഷൻ ആണോ? അതോ ജഡപ്രകാരം അമ്മയായിരുന്നോ അല്ലയോ? ജഡപ്രകാരം അമ്മ തന്നെയാണ്. ഒരു അപ്പൊ വംശത്തിൽപ്പെട്ട പിന്നെ ആൾക്കാര് ആ ഒരു അതേ തുടർന്ന് പറയുന്ന യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ എന്നിവരുടെ സഹോദരനുമല്ലയോ എന്ന് ചോദിക്കുമ്പോ അതെങ്ങനെ വചനം അനുസരിക്കുന്നത് മാത്രമായത്? ചേട്ടാ, ഒരു വംശത്തിൽപ്പെട്ടവർക്കും ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചേട്ടൻ്റെ അടുത്ത് ഛെ, റിപ്പീറ്റ് ചെയ്ത് ഇത് ഞാൻ പറയുന്നു. പിന്നെ അതാണ് വേണ്ട. ചേട്ടൻ ഇവിടെ അല്പം ഒന്ന് മറിയയുടെ കാര്യം പ്രവർത്തിക്കൂ. പറഞ്ഞ ആ വംശത്തിലല്ലല്ലോ. ഒരു വാക്കിന്റെ ഈ വിശാലമായിട്ടുള്ള മറിയ അർത്ഥം ഇവന്റെ ചേട്ടൻ അമ്മയാണ്. മനസ്സിലാക്കൂ. മറിയ ഇവന്റെ അമ്മയാണെന്ന് പറഞ്ഞത് ജഡപ്രകാരം കൂടെ അമ്മയായതുകൊണ്ടാണെന്ന് നിങ്ങൾ അഡ്രസ് ചെയ്തു. അതിനോട് ചേർത്ത് യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്നിവരുടെ സഹോദരനുമല്ലയോ? ഇവന്റെ സഹോദരിമാരും നമ്മുടെ ഇടയിൽ ഇല്ലയോ എന്ന് പറയുമ്പോൾ ഇത് അമ്മയുടെ കാര്യം മാത്രം നിങ്ങൾ ശരിക്കും അമ്മയാക്കി. മറ്റേത് എങ്ങനെയാ നിങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് മാത്രമാക്കിയത്? ഒറ്റ വാക്യത്തിൽ പറയുന്ന ഒരേ കോണ്ടെക്സ്റ്റിൽ പറയുന്ന കാര്യം നിങ്ങൾ രണ്ടാക്കിയത് എങ്ങനെയാ? അതാ എനിക്ക് പറഞ്ഞത്. ചേട്ടാ, തിരുവചനം ലിറ്ററൽ സെൻസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അറിയാലോ, ഇപ്പോ നോർമൽ ആയിട്ട് ഈ സഹോദരൻ എന്നുള്ള പദം മറ്റു സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ചേട്ടൻ ഈ പറയുന്ന ക്ലെയിം ചേട്ടൻ അവിടെയും വെക്കേണ്ടി വരും. അല്ല, അതേപോലെ തന്നെ അതും വെച്ചോളൂ, ബ്ലഡ് എനിക്ക് ലീനേജ് കുഴപ്പമില്ല. ആണെന്ന് തെളിയിക്കാനുള്ള വചനം കൊടുക്കേണ്ടതില്ല. കോണ്ടെക്സ്റ്റ് അതാണെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇവിടെ അല്ല യേശുവിന്റെ ചേട്ടൻ അമ്മ മറിയ, ഒരു കാര്യം യേശുവിന്റെ അമ്മ ചെയ്യുന്നു ചേട്ടൻ, മറിയ ഇത് ബ്ലഡ് ജഡത്തിലും അമ്മയാണ്, ലീനേജിലുള്ള സഹോദരങ്ങളാണെന്ന് ജഡപ്രകാരം തെളിയിക്കും. അമ്മയാണെന്ന് നിങ്ങൾ പറഞ്ഞു. യേശുവിന്റെ അമ്മ മറിയ വാക്കുകളിൽ ജഡപ്രകാരം ചേട്ടൻ അമ്മയാണെന്ന് അങ്ങനെ നിങ്ങൾ പറഞ്ഞു. ലോക്ക് ചെയ്ത് ഇങ്ങനെ എനിക്ക് കുത്തി അടുത്തൊരു നിർത്താൻ കാര്യം അതൊന്നും ലോജിക്കല്ല. ചേട്ടൻ ഒരു ഇവിടെ കാര്യം ചെയ്യല്ലേ, ചേട്ടൻ ഇവിടെ അതിന് വചനം തരും, പറഞ്ഞിരിക്കുന്ന വാക്യം എടുത്ത് സംസാരിക്കും. ബ്രദറെ ഇത് കേക്ക്. ഇവിടെ യേശുവിനെ ഇവന്റെ അമ്മയും സഹോദരന്മാരും ഇവരല്ലയോ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ആരാ? ഏതേലും അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ വല്ലോ ആണോ? ആ ചേട്ടൻ പറ, ബൈബിളിൽ നിന്ന് കാണിക്കുക, അത് ആരാന്ന് കാണിക്കുക. അവിടെ ആരാൻ ചോദിച്ച ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ജ്ഞാനവും ഇവന്റെ കയ്യിൽ നടക്കുന്ന വീര്യപ്രവൃത്തികൾ എന്ത്? എന്നിട്ടാണ് അവരാണ് പറയുന്നത്. അത് ഈ കടന്നു വന്നിരിക്കുന്ന കൂടി വന്നിരിക്കുന്ന ജനമാണ് ഈ പറയുന്നത്. അവര് പറയാണ് ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അതായത് ഇത് ദൈവത്താൽ അയക്കപ്പെട്ട അഭിഷക്തന്റെ ശിക്ഷകണമല്ലയോ എന്നല്ല ചോദിച്ചത്. അല്ലെങ്കിൽ ഇവരെയൊക്കെ നയിക്കുന്ന പ്രവാചകനല്ലയോ എന്നല്ല ചോദിച്ചത്. അല്ലെങ്കിൽ യാക്കോബ്, യോസെ, യൂദ എന്നിവരുടെ ഗുരുവായിരിക്കുന്ന റബ്ബി അല്ലയോ എന്നല്ല ചോദിച്ചത്.
അവിടെ ചോദിച്ചിരിക്കുന്നത് മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ എന്നാ ചോദിച്ചത്. നിങ്ങൾ അവിടെ മാത്രം എന്ത് ചെയ്തു? നേരെ കൊണ്ടുപോയി മറിയയെ ജഡപ്രകാരം അമ്മയാക്കി. അതിന്റെ കൂട്ടത്തിൽ തന്നെ അഡ്രസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന 4 പേരെ നിങ്ങൾ സഹോദരനല്ലാതാക്കുന്നു. എന്താ നേട്ടം? ഇതുകൊണ്ടുള്ള നേട്ടം എന്തുവാ? ചേട്ടൻ സഹോദരനാണെന്ന് ലിറ്ററൽ സെൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചേട്ടൻ തെളിയിക്കേണ്ടത് അത് ബ്ലഡ് സോറി, ലീനേജിലുള്ള അടുത്തൊരു സ്വന്തം ചോദ്യം, അനിയന്മാരാണെന്നാണ് തെളിയിക്കേണ്ടത്. ചോദ്യം. ചേട്ടൻ മനസ്സിലായോ? ഇവിടെ ഇവിടെ ചേട്ടൻ ഇവിടെ നിന്റെ അടുത്തൊരു സഹോദരനാണ്. ഇത് ചോദ്യം. ചേട്ടൻ നിന്റെ അപ്പച്ചന്റെ മകനാണോ? അല്ലല്ലോ, അല്ലേ? ഞാൻ അല്ല അല്ലാതെ അല്ല എഴുതിയിട്ടുണ്ടോ ഇത് പ്രിൻസിപ്പാസ് മനസ്സിലാക്കുന്നില്ലേ? അല്ല അല്ലാതെ പ്രിൻസിപ്പാസ് എഴുതിയിട്ടുണ്ടോ? ബർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെ അല്ലേ? അല്ലാതെ എഴുതിയിട്ടുണ്ടോ? വാദം നിങ്ങളുടെയാണ് ഇത് സഹോദരൻ. അതെ, പ്രിൻസിപ്പാസേ ഈ ഇനി ചേട്ടൻ എന്ന് അടുത്തൊരു പറയുന്നത് ചോദ്യം. അല്ല നിക്ക് റിയൽ അടുത്തൊരു സഹോദരനാണെന്ന് ചോദ്യം. പറയുന്നത്. പ്രിൻസിപ്പാസേ ഇംഗ്ലീഷ് അത് അടുത്തൊരു ചോദ്യം. കഴിഞ്ഞിട്ടുള്ള കൈറോസ് ബ്രദറെ, ആരെങ്കിലും ഇവിടെ നിങ്ങൾ ജനിച്ചിട്ടുള്ള പെടുന്ന എന്തെങ്കിലും യേശുവിന് ബൈബിളിൽ നിന്ന് കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു പറ്റുന്നുണ്ടോ? ചോദ്യം. ഇത് അടുത്തൊരു പറ്റുന്നില്ല. ചോദ്യം. നിങ്ങളാണ് യേശുവിന് എത്ര ചോദിച്ചത്. അമ്മയുണ്ട്? നമ്മൾ യേശുവിന് എത്ര അമ്മയുണ്ട്? ഒരു യേശുവിന് അമ്മയേ എത്ര? ഉള്ളൂ. ഒരമ്മയുള്ളൂ. അപ്പം യേശുവിന് ഇവിടെ സഹോദരന്മാരുടെ എണ്ണം എത്ര പറഞ്ഞേക്കുന്നത്? ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ വാക്യത്തിൽ യേശുവിന്റെ സഹോദരന്മാരുടെ എണ്ണം എത്ര പറഞ്ഞേക്കുന്നത്? ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ മതിയോ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം. വായിച്ചിട്ട് എണ്ണം പറയണം. ചേട്ടൻ എണ്ണിക്കോ. ഇവൻ മറിയത്തിന്റെ മകനും ആ, യാക്കോബ്, യോസെ, ഉം. യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ എത്ര പേരുണ്ട് അവിടെ? എത്ര പേരുണ്ട്? മണപ്പണിക്കാരനല്ലേ. എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒന്നെണ്ണിക്കോട്ടെ. ആ 4 പേര്. ആ അതിനകത്ത് പത്രോസും ലൂക്കോസും മത്തായിയും, അതായത് അൽഫയുടെ മകനായ മത്തായി, അതേപോലെ തന്നെ ഇസ്കാരിയോത്ത് ജൂദ, പിന്നെ അതുപോലെ തന്നെ ബർത്തിമായി, ഫിലിപ്പോസ്, ഇങ്ങനെയുള്ള പത്രോസ് അടക്കമുള്ള ഈ മുൻനിര ശിക്ഷകണത്തിൽ ആരെയും പറഞ്ഞില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞില്ല. അപ്പം അവരെ പറഞ്ഞിട്ടില്ല. അല്ലായിരുന്നു. ഇനി അഥവാ ഇത് ആരെങ്കിലും അതോറിറ്റിക്കലി അഡ്രസ് ചെയ്യായിരുന്നെങ്കിൽ ശിഷ്യന്മാരുടെ പേര് വേണ്ടായിരുന്നോ പറയാൻ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ല, യേശുവിന്റെ അത് ചേട്ടന്റെ ഊഹമാണ്. അത് ചേട്ടന്റെ ഊഹമാണ്. അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഊഹം പേരുകൾ അല്ലെങ്കിൽ അല്ല ഊഹം അല്ലെങ്കിൽ നിങ്ങൾ ഏകദാനമായി വാക്യം സംഭവം എഴുതുക. പറയാനെന്നുള്ളൊരു ഊഹം അല്ലെ പ്രിൻസിപ്പാസ് ഊഹമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്യം, ഈ വാക്യം ഇവിടെ വായിച്ച് ഞാനിപ്പം എണ്ണം പറയാൻ പറഞ്ഞപ്പോ 4 പേരെന്ന് പറഞ്ഞത് കൈറോസ്. ഈ 4 അതെ. പേരുടെയും വാക്യം വായിച്ച് ഈ കേൾപ്പിച്ചത് 4 കൈറോസ്. പേര് ചേട്ടൻ അത് പറഞ്ഞു. എന്റെ അതിനകത്ത് ഊഹം എങ്ങനെ? സഹോദരൻ എന്ന് എഴുതിയിരിക്കുന്ന ആൾക്കാർ അല്ല ഞാൻ വേണമെങ്കിൽ വാക്യം ചാറ്റിലിടാം, അ- നിങ്ങൾക്ക് വേണ്ട. ഇത് അല്ല ഇത് ഞാൻ പ്രിൻസിപ്പാസ് അതിന്റെ പത്രോസ് താഴോട്ട് എന്ന അവരുടെ പേരുള്ള സഹോദരിമാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങൾ പത്രോസ് എത്ര പേരാ സംസാരിക്കുന്നത്? പ്രിൻസ് പ്രി- ചേട്ടനാണോ സംസാരിക്കുന്നത്? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യും. ഒരു ഇതാരാണ് ഈ മിനിറ്റ് മോഹൻ എന്ന് പറയുന്ന ആളൊക്കെ വന്ന് സംസാരിക്കുന്നു? ഒരു മിനിറ്റ്. അതായത് പത്രോസ് എന്ന പേരുള്ള ശിമോൻ അവന്റെ സഹോദരനായ അന്ത്രയാസ് എന്ന് പറഞ്ഞ ഈ സഹോദരനാണ്. മോഹൻ ചേട്ടൻ എന്റെ അടുത്താണോ ചോദിക്കുന്നത്? മോഹൻചേട്ടൻ അല്ലല്ലോ ചോദിച്ചത്, എസ് ജെ ബ്രദറാ ചോദിച്ചത്. എസ് ടെ പാസ്റ്റർ ആണോ ചോദിച്ചത്? പാസ്റ്റർ ഒന്നും കൂടെ ഒന്ന് ചോദിക്കാമോ? അതായത് പത്രോസ് എന്ന പേരുള്ള ശിമോൻ അവന്റെ സഹോദരനായ അന്ത്രയാസ്. ഇതേതാ ഈ സഹോദരൻ? അല്ല, പത്രോസിന്റെ സഹോദരൻ എന്നല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന. അല്ലേ? അപ്പൊ ഓക്കെ, അപ്പം ആ കോണ്ടെക്സ്റ്റ് ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളിപ്പം വായിച്ച 6-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ അതിന്റെ തുടർച്ച അടുത്ത 4-ാം വാക്യം ഒന്ന് വായിച്ചേ. യേശു അവരോട് പറഞ്ഞു, അല്ല സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും ഒരു മിനിറ്റ് സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും മോഹൻ ബ്രദർ പ്രവാചകൻ അപമതിക്കപ്പെടുന്നില്ല. പ്രിൻസിപ്പാസ് ഒന്നുകൂടെ അതല്ല ഈ ആ ഈ 3-ന്റെ അവസാനം വരെ ഒന്ന് വായിച്ചേ. അവരുടെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഉണ്ടല്ലോ ഇല്ലയോ എന്നാണ് അവിടെ ആ വാക്യം. അതൊന്ന് തീർത്ത് ചേട്ടാ, വായിച്ചേ. ഈ ഇനി അടുത്ത സഹോദരിമാരെന്ന് കേൾക്ക പറയുന്നത് സ്വന്തം എന്ന് പറഞ്ഞ് അവനിൽ സഹോദരിമാരാണെന്ന് ഇടറിപ്പോയി. തെളിയിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ല നിങ്ങൾ ഈ വചനത്തിൽ കിടന്ന് ചുമ്മാ അതിനെ വ്യാഖ്യാനിച്ചിട്ട് അവര് വല്ല അവര് കാര്യമുണ്ടോ? കൈറോസ് പറയുന്നത് ബ്രദറെ ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഇവന്റെ മിനിറ്റ്. നിങ്ങൾ കൈറോസ് നിങ്ങൾ ബ്രദറെ ഇതിനെ അല്ല ഇത് അല്ല, വ്യാഖ്യാനിച്ചിരിക്കുക. കൂടെ വ്യാഖ്യാനിക്കുന്നത് ഉണ്ടല്ലോ. നമ്മളാണോ കൈറോസ്? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഞങ്ങളാണോ? അവിടെ അഭി ചെയ്യുന്നത് ഇത് വേദപുസ്തകത്തിൽ ട്രോളാണോ? എഴുതിയിരിക്കുകയാണ് അത് താഴോട്ട് ഇവന്റെ ഇരിക്കും അമ്മയും കേട്ടോ. സഹോദരിമാരും. ഇത് കേക്ക്, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഇവന്റെ അമ്മയും ഇവന്റെ അമ്മ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനായ തച്ചനും ഇവന്റെ സഹോദരിമാര് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനിൽ ഇടറിപ്പോയി. ഇവര് സഹോദരന്മാര്, യേശുവിന്റെ സഹോദരന്മാര്, അല്ലെങ്കിൽ യേശുവിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരെ കണ്ടിട്ട് ഇടറിപ്പോണ്ട കാര്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഫാമിലി, ആ ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ, ലോക്കൽ എന്ന് പറഞ്ഞാൽ തറ ലോക്കൽ എന്നല്ല ഉദ്ദേശിച്ചത്, ആ ലോക്കൽ പ്ലേസിൽ അവരുടെ ഇടയിൽ താമസിക്കുന്ന ഒരാൾ, ലോക്കൽ ഫാമിലി. അതിനകത്ത് മറിയയുടെ മോനാണെന്ന് ഇവർക്കറിയാം. യേശുവിന്റെ സഹോദരനായ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരെ അവർക്കറിയാം. അവരുടെ പെങ്ങന്മാര്, സഹോദരിമാര് അവരുടെ ഇടയിൽ അവിടെ താമസിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അവിടുത്തെ ഒരു ലോക്കൽ ഫാമിലി. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇടറിപ്പോകാനുള്ള കാരണം യഹൂദൻ കാത്തിരിക്കുന്ന മിശിഹ
എന്ന് പറയുന്ന, അഭിഷക്തൻ എന്ന് പറയുന്ന, ദൈവത്താൽ അയക്കപ്പെടുന്ന, അവരുടെ മനുഷ്യപുത്രനും ദൈവപുത്രനുമായി അവകാശപ്പെടാൻ കഴിയുന്നവൻ ഈ ഒരു കോൺസെപ്റ്റിലല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് അവിടെ ഒരു മറിയയുടെ മകൻ, ഒരു ജോസഫിന്റെ മകൻ, അപ്പോൾ തന്നെ അവന്റെ സഹോദരങ്ങൾ ഇങ്ങനെ 4 പേര്, അവരുടെ സഹോദരിമാർ, പെങ്ങന്മാർ 2 പേര്, ഇവരൊക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഇതിനിടയ്ക്ക് ഇതെങ്ങനെ അഭിഷക്തനാകും? ഇതാണ് അവർ ലിറ്ററി പോയതിന്റെ കാരണം. അപ്പൊ അവര് കാണുമ്പോൾ ഒരു ലോക്കൽ ഫാമിലി അവിടെ ഉണ്ട്. പിന്നെ യേശുവിനെ അവിടെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് 2 കാര്യങ്ങളാണ്. ഇവന്റെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞില്ല. അത് നമുക്കറിയാം എന്തുകൊണ്ടാണ്. ഇല്ല. പക്ഷെ അവന് അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കെ അത് അങ്ങനല്ല, അത് വചനം അനുസരിക്കുന്നവരാണെന്ന് പറഞ്ഞ് വളച്ചോണ്ട് എങ്ങോട്ട് പോവുക? എന്താ ഇനി അടുത്തൊരു ചോദ്യം. യേശുവിന്റെ അമ്മ പിന്നീട് ജോസഫിന്റെ ഭാര്യയായി നന്നായി ജീവിച്ചു, മാതൃകയുള്ള ഒരു ലേഡിയായി ജീവിച്ചു. അവർക്ക് 4, 5, 6 കുഞ്ഞുങ്ങളുണ്ടായി. എന്താ നിങ്ങളുടെ കുഴപ്പം? എന്തുവാ ഇത്? വലിയ വേദോസപ്രകാരം തെറ്റാണോ ഇത്? വേദോസപ്രകാരം എന്തേലും കുറ്റം ആ സ്ത്രീ ചെയ്തോ? പ്രകാരം ഇത് തെറ്റാണ്. പ്രിൻസേട്ടൻ പറയുന്നത് എന്താ തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞു തരൂ. അതുകൊണ്ടാണ് എന്താണ് പറയുന്നത്. മറിയോട് ഇനി മേലാൽ വിവാഹം അടുത്തൊരു കാര്യം കൂടെ ജോസഫിനോട് പറഞ്ഞു, പറയട്ടെ. ജോസഫിനോട് പറഞ്ഞു, മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു, അവളെ ഉപേക്ഷിക്കരുതെന്ന് ജോസഫിന് നിയോഗം കൊടുത്ത ആരാ? മ്യൂട്ട് ചെയ്യും ഫ്രണ്ട്സേട്ടാ, മ്യൂട്ട് ചെയ്യും. സംസാരിക്കട്ടെ കേട്ടോ.